ഒരു ഉശിരില്ലാക്കും. ഇവരുണ്ടല്ലേ പ്രശസ്ത വ്ലോഗറാണ്. ഭയങ്കര ആളാണ്. ഇത് ഞാൻ പറഞ്ഞു പറയിക്കുന്നതല്ലോ. ഈ ജവാൻ പട്ടാളക്കാരൻ 65 യുദ്ധം 71 യുദ്ധം ഇൻഡോ പാകും ഇൻഡോ ബംഗ്ലാദേശ് അല്ലേ, ഇതെല്ലാം ടാങ്ക് ഓപ്പറേറ്റ് ചെയ്ത നായകനാണത്. കൂടാതെ എന്നെ ക്ലാസ്മേറ്റ് വാപ്പയും സ്നേഹത്തിൽ ഇയ്യവോ അയ്യവോ എന്നില്ലല്ലോ. പരിപാടി എന്നാന്നല്ലോ, ഒരു പരിപാടിയില്ലേ, വെറുതെ ക്ലീൻ ചെയ്ത് പോകാൻ വേണ്ടി. ചെറിയ ബീച്ച് ക്ലീനിങ് ആയാലോ നമ്മെ. മക്കളെ സലാഹലം ഒരുങ്ങി തന്നെ ചെറു ഞാൻ ക്ലീനിങ് എന്ന് വരച്ചു ഞാൻ ക്ലീനിങ് എന്ന് വരച്ചു. മറ്റേ വിഷയത്തിലാണ് ഇത് കുറച്ച് അപ്പൊ ഏരിയ മാറിക്കിടുന്നുണ്ട്. ചട്ടയിട്ട് വേണം ചിത്രീകരണമുള്ളൂ. അത് പാട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഫുൾ പാട്ട് 4 മിനിറ്റൊക്കെ എടുക്കണം, 3-4 മിനിറ്റ്. ഇതാണ് കംപ്ലീറ്റ്ലി ഇതാണ്. എല്ലാവരും ഫേസ് എന്തായാലും അടങ്ങിയിരിക്കണം. എന്തെങ്കിലും ആക്ടിവിറ്റി കളിക്കേണ്ടത്, പറ്റുന്നത്, ഗെയിംസ് ഒന്നും ആവുന്നില്ല. അപ്പൊ അവളെ രീതിയിൽ സംസാരിക്കേണ്ടതോ കളിക്കേണ്ടതോ ഈ കാൽവരുത്തം ഇങ്ങനെ എവിടേക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ വരുമോ. പിന്നെ അത് മാത്രമല്ല ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടാണ് എന്താ നമുക്കിന്ന് എന്താന്ന് അറിയില്ല. ഫോട്ടോഷൂട്ട് ആണെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ക്യാമറ ഒന്നും കാണുന്നില്ല. ക്യാമറമാൻ ഉണ്ട്. സോറി ഗൈസ്, ക്യാമറമാൻ ഉണ്ട്. അടുത്ത അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പം നിങ്ങൾ ഫോട്ടോഷൂട്ടല്ലേ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കളിക്കുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കളിയായിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കുറഞ്ഞ ആക്ടിവിറ്റി, കടലൊക്കെ പോയി കളിക്കുക, കടലാടിക്കോ ഗ്രൂപ്പിംഗ്. ഹലോ ഗൈസ്, ഇവിടെ ചെയ്യാൻ പോകുന്നത് ബീച്ച് ആക്ടിവിറ്റീസ്. ഇങ്ങ് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4. നിങ്ങളെ ഗ്രൂപ്പിന് ആക്ടിവിറ്റി തന്നെ. ഈ സാധനം എല്ലാത്തിലും ഉണ്ടല്ലോ. ഇതവൻ അച്ചു ഹാപ്പി ബർത്ത്ഡേ. ഇത് സീരിയസ്ലി ബർത്ത്ഡേ എന്നും പോയേ ക്ലാസ്സിലെ മക്കളെ പിടിച്ച് കയറി പോയി. ഫോട്ടോ എടുക്കണില്ല, വീഡിയോ എടുക്കണേ. നിങ്ങളെ ഗ്രൂപ്പിന് ആക്ടിവിറ്റി തന്നെ കുളിയോണ് താപ്പാവനാ. ഗേൾസ് നിങ്ങളെ ആക്ടിവിറ്റി തന്നെ ഒപ്പന കളിക്കണ്ടേ, കണ്ണുപത്തി കളിക്കണം. നമ്മ ഡംഷെയർ ആർട്സ് കളിപ്പാം ഗേൾസ്. അപ്പോഴാണ് ഹരം. നിങ്ങൾ 2 ടീമാകും. അപ്പോഴത്തേക്ക് അപ്പുറത്ത് പോയിട്ട് നിങ്ങളെ ആക്ടിവിറ്റി തന്നെ. ആ നിങ്ങളെ ആക്ടിവിറ്റി ചൊല്ല്. 10 ആളൊന്നുമില്ല, 1 2 3 4 5 ഉള്ളു കൂടി ഇങ്ങ കേക്കണേനും. കമോൺ. ഓക്കെ ഓക്കെ നെക്സ്റ്റ്. കളത്ത് നിൽക്കുന്ന മക്ക ഇതാണ് പുതിയ ITI. മിസ്സായവർക്ക് മിസ്സായി. കളി കളി
ആ ഇന്ന് ഞങ്ങളുടെ അച്ഛന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഷമീർ പാട്ട് പാടും. അച്ചു കളി ഒന്ന് കളിക്കുവോ വേഗം, അടുത്ത ടീമിനടുത്തൊക്കെ പോണേ. നമുക്ക് 2 റോളുണ്ട്, ഡബിൾ റോൾ. സ്റ്റുഡന്റ് ആൻഡ് ടീച്ചർ ആൻഡ് ട്രിപ്പിൾ റോൾ. ഇവിടെ സേറി ഇവിടേക്ക് ഇല്ലല്ലോ. അടക്കോ എടുക്കിട്ടു ഇട്ട് കീഴക്കിട്. സേറി ഇങ്ങനെ ചീണ്ടേനും ഫിരിന്തെടുക്കണ വെച്ച് പെഡിക്വറി ഇടാന്ന്. ഇതാണ് ലക്ഷദ്വീപിലെ ട്രഡീഷണൽ രീതി ഓഫ് പരുന്ത് ഓയിസ്റ്റർ പെറുക്കൽ. കാണിക്കൂ എടുക്കണ വട്ടങ്ങെല്ലാം കാട്ടിട്ട്. ഇത് കണ്ട് എന്നെല്ലാം ഉണ്ടാക്കല. ഇതിന്റെ ഇടയിൽ ട്രോളുകളും ഉണ്ടാകും. നല്ല പരിചയം. നിമ്മക്ക് ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യല തുള്ളിയാളിങ്ങോടൊക്കെ നിങ്ങൾ തുള്ളു. ഈന ഹീറനി ഇംഗ്ലീഷ് നെയിം പറയൂ. എന്റെ വ്യൂവേഴ്സിന് നാടൻ ഭാഷ അറിയില്ല. ഒന്നൂടെ അതെന്താ ഇംഗ്ലീഷ് മാനങ്ങായ ഇങ്ങനെ പന്താരപ്പൂ കളിക്കണ്ട. ഇത് എന്നെ കളി. ഈ കളീനെ കുറിച്ച് സംസാരിക്കൂ 2 വാക്ക്. എല്ലാരും ഒപ്പിച്ചു വാ. മലയാളത്തിൽ പറയൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞോളൂ. ഓക്കെ തോണ്ട് 2 ഗ്രൂപ്പായിട്ട് മൂക്ക് ശിള്ളുങ്ങാന്നിട്ട് വന്ന് സോറി പാളിപ്പോയി. ആ കോമ്പറ്റീഷൻ ആരാദ്യം വരുങ്ങന്ന്. അതായത് ഈ നമ്മൾ കൊറിയൻ ഡ്രാമയിലൊക്കെ നടുക്ക് കള്ളിന്റെ കുപ്പി വെച്ച് ഇങ്ങനെ ചുറ്റും ഓടുന്നത് കാണുന്നത് പോലെ. ഇതൊക്കെ കൊറിയൻ ഡ്രാമ ഫാൻസ് ആണ്. പറയൂ, ഇപ്പൊ കാണുന്ന ഡ്രാമ ഏതാ എല്ലാവരും? ലാസ്റ്റ് കണ്ട ഡ്രാമ ഏതാ? ഹിഡൻ. ചൈനീസാ? ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ BL മാറിയതിൽ പിന്നെ വേറെ ഡീമൺ കണ്ട ആരെല്ലാം കൊണ്ട്, മൈ ഡീമൺ കണ്ട ആരെല്ലാം കൊണ്ട്. എൻജോയ്, ബൈ. ഓക്കെ, ഐടിനെ കുറിച്ച് കുറ്റം പറയുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ടോളൂ. എന്നെ കളി കളിക്കണ്ടേ? ഓക്കെ, പഴയകാല ഓർമ്മകൾ പുതുക്കുകയാണ്. ഓക്കെ, മലയാളത്തിൽ നമ്മളെ BEd പഠിച്ച 2 ഉണ്ട് കൂടെ. ഒരാള് കൊലാകൊലാമന്തരി എന്ന് പറഞ്ഞിങ്ങനെ റൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ഏറ്റുപാടും. നെരി നെരി ചുറ്റിയാണ്. അപ്പൊ അവള് പാടും. ആരാ നെരി? ഞങ്ങൾ ഏറ്റുപാടും. ഓള് നെരി അപ്പൊ പാഞ്ച് ഉറപ്പ് പാടുമ്പോൾ ഇവിടെ നിന്ന് തേഞ്ച് റിപ്പീറ്റ് വന്നിട്ട് അത് ആരുടെ പുറകിൽ വയ്ക്കുന്ന അയാളാണ് ചോദിക്കുന്നത്. ഓ, അതിനു മുമ്പ് അവൾ ആ സ്ഥലം എടുക്കുകയാണെങ്കിൽ അവളെ വിൻ ചെയ്യും. അടുത്ത റിപ്പീറ്റ് അങ്ങനെ. ഓക്കെ, നിങ്ങൾ K-ഡ്രാമാസ് കാണാറുണ്ടോ? അതിൽ ഇങ്ങനൊരു മൊമെന്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഒരു എൻജോയ്. ബൈ ബൈ.
ഓക്കെ, ഇവിടെ ജെർണിയും കലാംസേറും അലിമോനും ടീമും എന്തോ ഓ, ഈ കളിയുടെ പേരെന്താ? ഇവിടെ നിന്ന് ഉപ്പ് കിട്ടുവോ? ആകെ ഈ കളീനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റിയ ആരാ മലയാളത്തിൽ? സാർ പറയൂ, വാട്ട് ഈസ് ഉപ്പ് കളി? ഇംഗ്ലീഷിൽ പറയൂ, വാട്ട് ഈസ് ഉപ്പ് കളി? ഇംഗ്ലീഷിൽ, ഇൻ ഇംഗ്ലീഷ്, ഇൻ ഇംഗ്ലീഷ്. ഉപ്പ് കളി ഇൻ ഇംഗ്ലീഷ് പ്ലീസ്, കം ഓൺ. In English. Salty game? Okay, how is it played? After observing, you can identify. ഓഹോ. ഇതാണ് ഒരു സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള ബോണ്ട്. ഓക്കെ, ഉപ്പും കൊണ്ടുവരുന്നു ഗൈസ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ജോർജ് ബോളിനെ കുറിച്ച് ഇംഗ്ലീഷിൽ 2 വാക്ക് പറയൂ. ജോർജ് ബോളിനെ കുറിച്ചോ? ഒരു ടീം പുറത്ത് നിൽക്കും. ഇംഗ്ലീഷിൽ പറയൂ. ഇംഗ്ലീഷിലാ? I don't know English. Okay, he doesn't know English. Who knows English? ഈ ഗെയിമിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയാൻ പറ്റിയ ആരുണ്ട്? ഇതാണ് എന്റെ വ്ലോഗിൽ സ്ഥിരം വന്ന് കുരുത്തം കേട്ടോ. നിങ്ങ ഇങ്ങനെ നിപ്പാൻ വിളിച്ചാൽ കളിച്ചല്ലേ കളി. നമ്മൾ ബീച്ചിൽ കളിക്കാൻ പോകുന്നത് ഗൈസ്. നോക്കൂട്ട സംഭവം, ഇത് ജീവനുണ്ടോ? ആ, ജീവനുണ്ട്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നേ? ഇതെന്താ സാധനം? ജംബോ സർക്കസിന് IT ഇങ്ങനെ ഇങ്ങനെ കുന്തം കൊണ്ടാ? നിങ്ങൾ എല്ലാം സ്വീങ്ങാ? സ്റ്റെനോ ഇങ്ങ മാത്രം സ്വീങ്ങി, ബാക്കിയെല്ലാം സ്റ്റെനോ. നിങ്ങളെ മറ്റേ മക്കയിലോ? ഇല്ല, അങ്ങളെ നാട്ടിലെ മക്കയിലൊക്കെ എവിടെ? കാര്യത്തിക്കര പോരാ പോരാ. ഓക്കെ ഓക്കെ, ടാറ്റ, താങ്ക് യു. നിങ്ങൾ ഏതാ ട്രേഡ്? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നല്ലൊരു പെൺകുട്ടി ഉണ്ടെന്ന് കേട്ടു. ഇവന് ഞാൻ വ്ലോഗൊന്ന് ഒഴിവാക്കി. ഇതാണ് നമ്മുടെ ആരും അറിയാത്തൊരു ഫോട്ടോഗ്രാഫർ. ഇതാണ് ബർത്ത്ഡേ ബോയ്. ഇതാണ് നമ്മുടെ സാരി റഷീദ്. അതെ, നിങ്ങൾ എന്ത് ഗെയിമാ കളിക്കുന്നത്? ഇതാണ് ടൂറിന് പോവാൻ മുട്ടി നിൽക്കുന്ന, ടൂറിന് പോവാനാണ് കേട്ടോ, വേറൊന്നും കേൾക്കരുത്. ടൂറിന് പോവാൻ മുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ഷബീബ്. ഓടി വരുന്നുണ്ട് നമ്മുടെ സലാഹ് പ്യാട്ടുകാരൻ. യെസ്, സിംഗർ. കൈ നോക്കിട്ട്, കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് കൈ കൊട്ടാണ്ടിരിക്കുന്നത്. എന്താണ് ചീലോ? ഞങ്ങളുടെ ഇവിടെ ഇതിനെ ഫൂത്തിക്കളിക്കുന്ന എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് നടക്കുന്നുണ്ട്. ഫൂത്തിക്കളിക്കട്ടെ. ഓക്കെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ ആരെങ്കിലും. ഇത് കള്ളി കളിക്കുന്നു എന്ന് പറയും. എന്താ? ഓക്കെ, കിളുത്തലിന് തൊപ്പിന്നും കവരത്തിയിൽ കള്ളിയാണെന്ന് തോന്നുന്നു. ഇല്ല എന്ന് തെറ്റാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയട്ടെ. ചേത്തിലത്തിൽ ചീലോ. ഓക്കെ, ചീലോ ആസിൻ പിടിക്കുക അങ്ങനെയാ? ഓക്കെ, നൈസ്. ഇതൊക്കെ പഴയ കാലത്ത് ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്ന കളിയാണ് അല്ലേ സാർ? വേറെ എന്തൊക്കെ കളി അറിയാം?
നിങ്ങൾ അതിനെന്താ പറയുന്നത്? നേരത്തെ കളിച്ച കളിന് ഉപ്പെന്നാണോ? ഞങ്ങള് ബന്ധാരപ്പൂ എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ കൊത്തായ് എന്ന് പറയും. കൊത്തായ് കളിപ്പ എന്നല്ല. ഓക്കെ ഗൈസ്, എൻജോയ്. താങ്ക് യു. അക്കു എന്നേലി എവിടെ? അക്കു എന്നേലി നിങ്ങളൊന്നും കളിക്കുന്നില്ലേ? കളിക്കൂ. നിങ്ങൾ ഗെയിംസ് ഒന്നും കളിക്കുന്നില്ല? ഇല്ല, ഒന്നുകൂടി കളിച്ചിട്ടും പോ. ആ, എടുത്തോണ്ട് പോ. പന്നച്ച് തന്നെ പിളിയേ. നിങ്ങളൊന്നും കളിച്ചില്ല? ഓക്കെ ഗൈസ്, നിങ്ങൾ എന്താ കളിക്കാൻ പോന്നെ? കോട്ടിയ. നിങ്ങളുടെ നാട്ടിൽ കോട്ടിയെന്നാ പോലുണ്ട്? ഓക്കെ, ഞങ്ങളുടെ നാട്ടും കോട്ടിയ. കോട്ടിയ വെച്ച് എങ്ങനെ ഇങ്ങനെ മിടിച്ച് കളിക്കണ്ടതാ? ഇല്ല ഇങ്ങനെ കുളിക്ക്. അതിനെ ഇനി അക്കുസുട്ടോ അങ്ങനെ എന്തോ മറ്റു ചൊല്ലണ്ടേ? ഫെട്ടക്കായ നോക്കത്തില്ല ഇനി ബെച്ച വീഡിയോ വേണ്ടി. ഓക്കെ, എൻജോയ്, ബൈ. എന്തോ പറഞ്ഞോട് ചിരിക്കണ്ടേ? 2 വാക്ക് പറയും. ആ ശരി, കമന്റ് ബോക്സ് നിറച്ചു. അതാ സത്യം. ആൾക്കാർ ഇങ്ങനെ അസൂയ കൊണ്ട് മൂക്കോടും. ആ ശരി, അതാണ് IT-നെ കുറിച്ച് പറയുന്നവർ കേൾക്കൂ, കാണൂ. ഇതാണ് ഇപ്പൊ പുതിയ ITI, ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ്. 2019 പഠിക്കാൻ. ഇപ്പൊ ഞാൻ പഠിക്കണ്ട, അതുകൊണ്ടൊക്കെ പ്രശ്നമില്ല. ഓക്കെ, നിങ്ങ ഇവിടെ എന്നെ ആക്ടിവിറ്റി ശീവേലി. ഇത് ഗ്ലാസ് ബോട്ടാ? ഇതിനോട് ഗ്ലാസ് എവിടെ? അമ്മക്ക് ഇതിനെ വെച്ച് പോകില്ല. കണ്ടിയോ? അതെ, ഈ കുഞ്ഞു കൊല്ലുന്ന റിക്വസ്റ്റ് ചെയ്യണ്ട, ഒരു റൗണ്ട് കൊണ്ടുപോയിക്കൂടെ? ഈ വെയിറ്റ് മാറിന പോട്ടു. ഒരു മിനിറ്റ്, ഇതാണ് ഗ്ലാസ് ബോട്ട്. ഇവിടെ ഗ്ലാസ് ഉണ്ട്. തുള്ളു ഈ ഇവിടെ സീറമ്മാലും കൊണ്ടാവാലും രക്ഷിക്കും. ഇതാണ് ITI. ബുഷറ നിക്ക. ഹാർട്ട് കട്ടരുത്. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിടുവാൻ. ഹലോ, നിങ്ങ പൂര കയ്യെല്ലാം കൊട്ട്. Make some noise. Okay, സാരാങ്ങി. Come on, ഒച്ച ഉണ്ടാക്കൂ, ബഹളം. ഇന്ന് മാറിക്കോ, ഇങ്ങനെ നിന്നേ. ഇതാണ് ഷിംബ്രു. ഇതാണ്. ഓക്കെ, ഒച്ച ഉണ്ടാക്കുന്നില്ലല്ലോ നിങ്ങൾ. ഒച്ചയില്ല.
വീട് ചിമ്പ്രു. ഒച്ചയില്ലേ? പോരാ പോരാ. സാരാങ്ങി അതുമില്ല. ഇവിടെ ഒന്നുമില്ല. സ്റ്റെനോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓ ഭാഗ്യം. നിങ്ങക്ക് എന്നെ ശത്തകോളി പോലെ ബെട്ട് വെളിയിട്. ആ ബെട്ട്. ഇതാണ് ഫാഷൻ ഷോന് നമ്മളെ പറ്റിച്ചിട്ട് പോയ മഹാൻ. പേര് പറയൂ. മന്നല്ല. സീറ മക്കളെ കൂടെ ലച്ചുമ്പയാ. ഇതാണ് വെയിൽ കൊണ്ട് കഴുത്ത ആസിഫ് സാർ. പോരാ നിങ്ങ പോരാ. ബോയ്സിനെ തോപ്പ്. ഇല്ല, ഇതാണ് നമ്മുടെ ഓർഗനൈസർ. തിരിഞ്ഞ് ഇതൊക്കെ ഇതൊക്കെ റെഡിയാക്കി. ഇങ്ങനെ ചൊല്ലുക, ഇങ്ങനെ ചൊല്ലുക. പെൺകുട്ടികൾക്കിടയിൽ അമ്മാനമാടുന്ന നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ. അത് നന്നായിട്ടുണ്ട്.